ഇവിടെ സ്റ്റീഫൻ എന്ന് പറയുന്നവനാണെങ്കിൽ റോട്ടിൽ നിന്നിട്ട് ഒരു നായ്ക്കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകുകയാണ്. പക്ഷേ അതേ സമയത്ത് ഇവന്റെ അച്ഛനാണെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയ ആളായിരിക്കും. അങ്ങനെ അതിനോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പപ്പിയാണെങ്കിൽ ആളുടെ മേൽ തന്നെ മൂത്രം ഒഴിക്കുകയാണ്. പക്ഷേ ദേഷ്യപ്പെടുന്നവന്റെ അച്ഛനാണെങ്കിൽ ഒരു പട്ടിക്കുട്ടിയെന്ന് പോലും നോക്കാതെ എടുത്തെറിഞ്ഞ് കൊല്ലും. അതിന് ഇവനും അമ്മയും ചേർന്നായിരിക്കും കുഴിച്ചിടുക. അതേ സമയത്ത് ഇവന്റെ അച്ഛനാണെങ്കിൽ സ്കൂളിലായിരിക്കും സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അവിടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇയാൾ തെറ്റായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടാകും. സോ എല്ലാവരും കൂടി തല്ലിയിട്ടുണ്ടാവും. അയാൾക്കാണെങ്കിൽ ബെഡിൽ നിന്ന് എണിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ചാൻസ് യൂസ് ചെയ്യുന്നവന്റെ അമ്മയാണെങ്കിൽ വീട്ടിന്റെ മെയിൻ ആയിട്ട് മാറും. അങ്ങനെ വർഷങ്ങളും കടന്നു പോകുകയാണ്. സ്റ്റീഫൻ ആണെങ്കിൽ ഒരു ജോലിയും കിട്ടും. പക്ഷേ ഇവന്റെ അമ്മയാണെങ്കിൽ നീ എവിടെയും പോകാൻ പാടില്ല എന്ന് പറയാണ്. അവന്റെ കൺമുന്നിൽ വെച്ചോണ്ട് ഞാൻ ഒന്ന് അപ്പോയിന്റ്മെന്റ് ലെറ്ററും തീർച്ചിടും. എന്നിട്ട് നീ ഒന്നും എവിടെയും പോകാൻ പാടില്ല, പകരം ഒരു അടിമയെ പോലെ എന്റെ കാൽക്കീഴത്തിന് എപ്പോഴും വേണമെന്ന് പറയും. അതുകൊണ്ട് ടെൻഷനാവുന്ന സ്റ്റീഫൻ ആണെങ്കിൽ സ്വന്തം അമ്മയാണെന്ന് പോലും നോക്കാതെ ഒരു കത്തി കൊണ്ടുവന്ന് അമ്മയെ കുത്തിക്കൊല്ലുകയാണ്. എന്നാൽ ഇതെല്ലാം കാണുന്ന ഇവന്റെ അച്ഛനാണെങ്കിൽ ഹാപ്പിയായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടാവും. എന്നിട്ട് ഇവനോടാണെങ്കിൽ ഇവളൊന്നും ഒരാളെ അല്ലേ അവളെ കൊന്നു നന്നായെന്ന് പറയും. വേണമെങ്കിൽ നിനക്ക് വേണ്ടി ഞാനാണ് അവളെ കൊന്നെന്ന് പറഞ്ഞ് പോലീസ് സറണ്ടർ ആവാന്ന് പറയും. അങ്ങനെ പോലീസിനെയും കോൾ ചെയ്യാനായിട്ട് ഇയാളാണെങ്കിൽ അവളുടെ മേലെ മൂത്രമൊഴിക്കാൻ നോക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് ദേഷ്യപ്പെടുന്ന സ്റ്റീഫൻ ആണെങ്കിൽ അയാളെയും ഒരു കത്തി കൊണ്ട് കുത്തിക്കൊല്ലും. അങ്ങനെ ഇവനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മറന്ന് കുറച്ച് വർഷങ്ങളും കടന്നു പോകുകയാണ്. അവസാനം ഇവനാണെങ്കിൽ ഒരു ലവറിനെ കല്യാണം കഴിക്കും. എന്നാലും പെട്ടെന്ന് ഒരു ദിവസം ഇവനാണെങ്കിൽ അവർ കൊന്ന കാര്യം അവളോടും പറയുകയാണ്. എന്നാൽ അത് അവള് കാര്യമൊക്കെ എടുക്കില്ല. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം വീടിന്റെ വെളിയിലാണെങ്കിൽ സൈറന്റെ സൗണ്ട് കേൾക്കും. ഇവളാണ് പോലീസുകാരെ വരാൻ പറഞ്ഞെന്ന് വിചാരിച്ച് ഇവൻ അവളെയും കുത്തിക്കൊല്ലുകയാണ്. എന്നാൽ അതിന് ശേഷമായിരിക്കും അവൾ ആരോടൊന്നും പറഞ്ഞില്ലെന്ന് ഇവന് മനസ്സിലാവുക. കാരണം വെളിയിലൂടെ പോയതാണ് ഒരു ആംബുലൻസ് ആയിരിക്കും.